ഞങ്ങളങ്ങനെ ഇഷ എത്തി കേട്ടോ. പാലക്കാട് നിന്ന് 85 കിലോമീറ്റർ ഉണ്ട്. 3.5 മണിക്കൂറോളം എടുത്തു കേട്ടോ. ഇടയിൽ ചായ കുടിക്കാനൊക്കെ നിർത്തി. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും പിന്നെ അടുത്ത വീട്ടിലെ 3-4 ഫാമിലീസും കൂടെയാണ് പോയത്. ഒരു ട്രാവലർ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ അത് ഡ്രൈവർ പറയുന്നുണ്ട് കേട്ടോ, അത് അവിടെ വണ്ടി നിർത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടുപിടിച്ച് വെച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. തിരിച്ച് ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന സമയത്ത് വണ്ടികൾ എവിടെയാണെന്ന് നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങളിതാ ഒരു 5 മണിയാകുമ്പോഴേക്കും എത്തി. അപ്പം തന്നെ ഇതാ നിറച്ചും വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഇതാ എവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊരു സ്ഥലം കണ്ടെത്തി. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. കുറേ കാലമായി ഇവിടെ ഇഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതാ അവിടെ ഒരു കറക്റ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതാ മറ്റോ നോക്കി വെച്ചിട്ട് ഈശ നോക്കിയിട്ട് നടക്കുകയാണ്. അതാ കാണുന്നുണ്ട് ശിവൻ്റെ ഇത്. കുറേ പേര് സ്റ്റാറ്റസ് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ വിചാരിച്ചതാണ് ഇവിടെ ഒരിക്കൽ പോകണം എന്നുള്ളത്. അങ്ങനെ കുറേ കാലത്തെ ആഗ്രഹം എന്താ ഇന്ന് സാഫല്യമാവുകയാണ്. ചുറ്റും മലനിരകളൊക്കെ ആയിട്ട് നല്ല പ്രകൃതി ഭംഗിയാണ്. ഇതാണ് നമ്മളുടെ അടുത്ത് വെച്ചിട്ടുള്ള ശിവൻ്റെ ഇത്. ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ബാക്ക് വശം. ബാക്ക് ഇങ്ങനെ ഒരു വശം ഒരു വട്ടം നടന്നു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. പാടങ്ങളും മലനിരകളും ഒക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അവിടെ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെ പോയി എന്ന് പറഞ്ഞാൽ ധ്യാന കേന്ദ്രമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വരുന്ന വണ്ടികളാണ് ഇത്. ഈ ശിവൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു ആരാധന ഇതാണ്. ഇവിടെ മറ്റേ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ആരതിയൊക്കെ എടുക്കാറുണ്ട്. നിങ്ങൾ കുറേ പേര് പോയവരൊക്കെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അവിടെ ഇഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളിതാ ധ്യാനകേന്ദ്രം നോക്കി നടക്കുകയാണ്. അവിടെ പോയിട്ട് തിരിച്ച് വരുന്നവർ അങ്ങനത്തെ ഒരു കാളവണ്ടിയിലൊക്കെ വരികയാണ്. ഇതാണ് ബാക്ക് വശത്തെ വ്യൂ. ഫ്രണ്ടിലെ വ്യൂവും ബാക്കിലെ വ്യൂവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കുറേ ചെടികൾ വെക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് ഓരോ ചായ ഇതൊക്കെ എല്ലാം അവിടെ ഓരോരോടായിട്ട് ഇങ്ങനെ ഇടയിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ എണ്ണക്കടികളും ഐസ്ക്രീമും എല്ലാം കൂടെ കിട്ടും. ഇവിടെ ധ്യാനകേന്ദ്രത്തിലേക്ക് പോകുന്നവിടെ നമ്മൾ ഫോണും ബാഗും എല്ലാം വെക്കണം. ഞങ്ങളങ്ങനെ ധ്യാനകേന്ദ്രത്തിലേക്ക് ഫോണൊന്നും അലൗഡ് അല്ലാത്തതിന് അവിടുത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതായത് ലൈറ്റ് ഷോ തുടങ്ങാനായി ഫുള്ളായിട്ടുള്ള ലൈറ്റ് ഷോ മാത്രമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റരുത്. അങ്ങനെ ലൈറ്റ് ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കൊക്കെ ആൾക്കാർ സീറ്റ് പിടിച്ചു കേട്ടോ. എല്ലാവരും നിലത്ത് ഇരുന്നിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കണ്ടു. നമ്മളിതെല്ലാം കണ്ടു. കഴിഞ്ഞതാ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കാണാൻ തന്നെ സിനി നല്ല
കണ്ണെടുക്കാൻ പറ്റും തൊഴിലുക കാണാൻ കണ്ണിൽ പോകണം അപ്പോൾ